നമസ്കാരം. എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ ട്രാവൽ ആൻഡ് ടെക് വീഡിയോസാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഒരിക്കൽ കൂടി ട്രിപ്പ് ആൻഡ് ടെക് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾഡ് മോട്ടോർ സൈക്കിൾ ഡേ അഥവാ WMD, ആ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എല്ലാ വർഷവും ജൂൺ 21 വേൾഡ് വൈഡായിട്ട് ഈ ഒരു ഡേ ആഘോഷിക്കുന്നത്. ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള ABC അസോസിയേഷൻ ഓഫ് ബൈക്കിംഗ് കമ്മ്യൂണിറ്റി എന്ന ഒരു NGO ആണ് ഈ ഒരു ഇവൻ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ധാരാളം ബൈക്കേഴ്സ് വരുന്ന ഒരു ഇവൻ്റാണ്. ക്ലബ്സായിട്ടും ഇൻഡിവിജ്വലായിട്ടും എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റ്. ബൈക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ്. നമ്മൾ ഇന്ന് ഈ ഇവൻ്റ് ഒറ്റയ്ക്കല്ല അറ്റൻഡ് ചെയ്യുന്നത്. ബാംഗ്ലൂർ മലയാളി റൈഡേഴ്സ് അഥവാ BMR എന്നറിയപ്പെടുന്ന റൈഡിംഗ് ക്ലബിൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു മീറ്റിംഗ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അവിടേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. അങ്ങനെ നമ്മൾ മീറ്റിംഗ് പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബൈക്കിൻ്റെ മാനുഫാക്ചറിങ് ആൻഡ് ടൈപ്പ് അനുസരിച്ചാണ് ഇവിടെ ബൈക്ക് വെച്ചിരിക്കുന്നത്. ധാരാളം റൈഡേഴ്സ് ഉള്ള ഒരു ക്ലബ്ബാണ് BMR. പേരിൽ മലയാളി ഉണ്ടെങ്കിലും മറ്റു ഭാഷക്കാരും നമ്മുടെ കൂടെയുണ്ട്. $100cc മുതൽ സൂപ്പർ ബൈക്ക് വരെയുണ്ട് ഈ കൂട്ടത്തിൽ. ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള ബ്രീഫിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നിന്നും ഒട്ടും അകലെയല്ലാതാണ് ഇവൻ്റ് ലൊക്കേഷൻ. നമ്മളുടെ യാത്ര ഒപ്പിയെടുക്കാൻ ഒരുപാട് ക്യാമറകൾ വന്നിരിക്കുന്നു. നമ്മളറിയാതെ നമ്മൾ ഒരു സെലിബ്രിറ്റി ആയിരിക്കുന്നു.
ഈ കെട്ടിയിരിക്കുന്ന പച്ച റിബൺ ടീമിന്റെ ബൈക്കിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഈ കാണുന്നത് VMware മാർഷൽസ് ബൈക്ക് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇവന്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ബൈക്കെല്ലാം ഇവിടെ പാർക്ക് ചെയ്യണം. ധാരാളം ബൈക്കുകളുണ്ട് ഇവിടെ. ഏകദേശം 100ഓളം ക്ലബ്ബുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ബൈക്കുകളെല്ലാം പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവന്റിലേക്കുള്ള പ്രവേശനം ടിക്കറ്റ് വഴിയാണ്. ഡയമണ്ട്, ഗോൾഡ് ആൻഡ് സിൽവർ എന്നിങ്ങനെയാണ് ടിക്കറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 150 രൂപ മുതൽ 500 രൂപയായിരുന്നു ടിക്കറ്റുകളുടെ ചാർജ്. ഓരോ ടിക്കറ്റിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടായിരുന്നു. ഓൺലൈൻ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ QR കോഡ് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഞാൻ ഗോൾഡ് ടിക്കറ്റാണ് ഓപ്റ്റ് ചെയ്തത്. എൻട്രി പ്ലസ് ഗുഡീസ് പ്ലസ് ലഞ്ച് ആണ് ഗോൾഡ് ടിക്കറ്റിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ എനിക്കും കിട്ടി ഒരു റെഡ് റിബൺ. ഇത് കാണിച്ച് വേണം വെന്യൂവിലേക്ക് കയറാൻ. ഇവന്റിൽ നിന്നും പോകുന്നത് വരെ നമ്മളിത് സൂക്ഷിക്കണം. ഇവന്റ് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. ഒരുപാട് സ്റ്റാളുകളും ഒരുപാട് പ്രോഗ്രാംസുകളും ഉണ്ട്. ഇവന്റിന്റെ മെയിൻ സ്പോൺസേഴ്സ് റോയൽ എൻഫീൽഡും TVS ആണ്. അവരെ കൂടാതെ ഹീറോ, ട്രയംഫ്, KTM, ബജാജ്, എയ്തർ തുടങ്ങിയ 2 വീലർ കമ്പനിയുടെ സ്റ്റാളുകളും ഉണ്ട്. ഈ വരുന്ന ആളാണ് VMRന്റെ ഫൗണ്ടർ മിസ്റ്റർ സജീഷ് ഉപാസന. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ആശയത്തിൽ നിന്നും തുടങ്ങിയതാണ് ഈ ക്ലബ്ബ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ലബ്ബായി മാറിയത്. റൈഡിംഗ് ഗിയേഴ്സ്, ഹെൽമെറ്റ്, കസ്റ്റം പാർട്സ്, ലൈറ്റ്സ്, ആക്സസറീസ് ഇതൊക്കെ ഉണ്ടാക്കുന്നവരും സെയിൽ ചെയ്യുന്നവരുടെയും സ്റ്റാളുകളുണ്ട്.
ഇയോൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നവരാണ് ABC-യുടെ ഇപ്പോഴത്തെ സാരഥികൾ. ഇനി സ്റ്റാളുകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് ബൈക്കർ ഹബിൻ്റെ സ്റ്റാളാണ്. ഇതെല്ലാം TVSൻ്റെ തന്നെ ബൈക്കായ റോണിൻ മോഡിഫൈ ചെയ്തിരിക്കുന്നതാണ്. ഇതുകൂടാതെ ഒരു കോൺസെപ്റ്റ് ബൈക്കും ഉണ്ട്. ഇതുകൂടാതെ മോട്ടോടോർക്ക്, ബോബോ, മാഡ് ഡോഗ്, റേസ്, റൈനോക്സ്, റൈഡർ, SMK, ഓട്ടോനിറ്റി, മോട്യൂൾ തുടങ്ങിയതിൻ്റെ സ്റ്റാളുകളും ഉണ്ടായിരുന്നു. ക്ലാസിക് ബൈക്കിൻ്റെയും സൂപ്പർ ബൈക്കിൻ്റെയും ഒരു ഡിസ്പ്ലേ തന്നെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ക്യൂ അവർ അവരുടെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ കൗണ്ടറിലെ റോയൽ ബ്രദേഴ്സ് എന്ന ബൈക്ക് റെന്റൽ കമ്പനിയുടേതാണ്.
ഈ കൗണ്ടർ നമ്മുടെ MBD അമ്മമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും. കാരണം വേറൊന്നുമല്ല, സൈലൻസർ കസ്റ്റമൈസേഷൻ ആണ് ഇവിടെ മെയിൻ. ഒരു റൈഡിംഗ് ക്ലബിന്റെ എൻട്രിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യത്തിനുള്ള നല്ല കുറച്ച് ഫുഡ് കൗണ്ടേഴ്സ് എല്ലാം അവരിവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഷോയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു. ഫുഡ് റെഡിയായോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഫുഡ് കോർട്ടിലേക്ക് പോയി. ആദ്യം ചോദിച്ചപ്പോൾ 1 മണിക്ക് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു.
രാവിലെ മുതൽ വെയിലത്ത് കറങ്ങുന്നത് കൊണ്ട് നല്ല ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്നു. കുത്തിയിരിപ്പ് സത്യാഗ്രഹമാണോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയത്തില്ല, അവർ വേഗം ഫുഡ് കൗണ്ടർ തുറന്നു. വളരെ നല്ല ഫുഡായിരുന്നു. എല്ലാം വെജിറ്റേറിയൻ വിഭവങ്ങൾ, ഇൻക്ലൂഡിങ് സ്വീറ്റ്. കഴിച്ച് ചെന്നപ്പോഴാണ് ഞാൻ ആ വിവരം അറിഞ്ഞത്. നമ്മുടെ ടീമിന് പ്രൈസ് അടിച്ചിരിക്കുന്നു. മാക്സിമം രജിസ്ട്രേഷൻ ഉള്ള ക്ലബിനുള്ള പ്രൈസാണ്. പുറത്ത് കുറച്ച് ഇവൻറ്റ്സ് നടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ റോയൽ എൻഫീൽഡ് തന്നെ റെഡിയാക്കിയ ഒരു ഓഫ് റോഡ് ട്രാക്കും ഉണ്ടായിരുന്നു. ഹിമാലയൻ ബൈക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റോയൽ എൻഫീൽഡിൻ്റെ തന്നെ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിമാലയൻ ബൈക്കിൽ ഈ ഒരു ഓഫ് റോഡ് ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അടുത്തത് TVSൻ്റെ സ്റ്റണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഇവൻ്റ് അറ്റൻഡ് ചെയ്ത ഫീലിങ്ങിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക്. ഇനിയും പരിപാടികൾ ഉണ്ടായിരുന്നു, ടാലൻറ്റ് ഷോ, കൺസേർട്ട്, അങ്ങനെ. പക്ഷേ അതൊന്നും കാണാൻ എനിക്കിപ്പോൾ സമയമില്ല. ബാക്കി ഇവൻറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് ഞാൻ ഖേദിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ ഐ വെൽക്കം യുവർ കമൻറ്റ്സ് ആൻഡ് സജഷൻസ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.